എല്ലാവരെയും അത്ഭുതമാതാവ് അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. കാരണം പരിശുദ്ധി അമ്മ മാതാവിനെ അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും പരിശുദ്ധി അമ്മ മാതാവിനെ അറിയാം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ജീവിതത്തിൽ പരിശുദ്ധിയമോ സാധ്യമാക്കി തരുവാനായിട്ട് മക്കളെ നിങ്ങളെ പരിശുദ്ധിയമോ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുവാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിനോട് സമർപ്പിക്കാം. പരിശുദ്ധി അമ്മ സാധിച്ചു തരും. മക്കളെ, പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അനേകം മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് പരിശുദ്ധി അമ്മയിലേക്ക് ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കൊടുക്കുന്നത്. മക്കളെ, ഇത് നിഷേധിക്കാതിരിക്കുക, പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കാം. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞു, എന്നെ തിരിച്ചറിയുകയും ഈശോയെ തിരിച്ചറിയുകയും ചെയ്യുന്നവർ എൻ്റെ സ്വന്തം മക്കളായി തീരുമെന്നും എന്നോട് എപ്പോഴും ചേർന്ന് നിൽക്കുമെന്നും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കുക. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞു, 1,00,000 പേരെ മാത്രമേ പരിശുദ്ധി അമ്മ സ്വന്തം മക്കളായി തിരഞ്ഞെടുക്കത്തുള്ളൂ. അതിനാൽ തന്നെ മക്കളെ, നിങ്ങൾ പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. 1,00,000 പേരായതിനു ശേഷം അവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥനകൾ സമർപ്പിക്കത്തുള്ളൂ. പരിശുദ്ധി അമ്മ മാതാവ് അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ. പരിശുദ്ധി അമ്മ മാതാവിനെ നിങ്ങൾ നിരസിക്കാതിരിക്കുക. മക്കളെ, ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യമാണ് പരിശുദ്ധി അമ്മ നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്ത് ഈശോയോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറിപ്പോകണ്ടേ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകണ്ടേ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനകളെല്ലാം മാറിപ്പോകണ്ടേ, ഈ സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം മാറിപ്പോകണ്ടേ, നിങ്ങൾക്കും സമ്പന്നതയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണ്ടേ. അതിനാൽ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ഈ ചാനൽ പബ്ലിഷ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരുകയും മുഴുവനായിട്ട് പങ്കുചേരുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുത്ത് പരിശുദ്ധി അമ്മയിലൂടെ എല്ലാ ദിവസവും അനുഗ്രഹീതരായി തീരുകയും ചെയ്യാം. മക്കളെ, അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അധിക ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പരിശുദ്ധിയമായി ഈ മക്കളെ വിടുവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധി അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. ഇവരുടെ ഓരോ പ്രശ്നങ്ങളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ ഓരോന്നായിട്ട് സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവേ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിക്കണമേ. പരിശുദ്ധി അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ എത്ര ശ്രമിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും ഒരു രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചകൾ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. പരിശുദ്ധി അമ്മ മാതാവേ, ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അവരുടെ എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. എന്തൊക്കെ ചെയ്തിട്ടും ഒരു രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ഉണ്ടാവാത്ത ആ സ്ഥിതി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ മാതാവേ, അത് പൈശാചിക ബന്ധനമാണ്, അതൊക്കെ തടസ്സങ്ങളാണ്. പരിശുദ്ധി അമ്മ മാതാവ് അതെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് പണം വന്ന് ചേരട്ടെ. പരിശുദ്ധി അമ്മ മാതാവേ, അങ്ങനെ സമ്പന്നതയിലേക്ക് ഈ മക്കൾ ഉയർന്നു പോകട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ ഉണ്ടാവണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കടബാധ്യത എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും മാറിപ്പോട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു രീതിയിലുള്ള കടബാധ്യതകളും വന്നു ചേരാതിരിക്കട്ടെ. എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ പരിശുദ്ധിയമ്മ എടുത്ത് നയിക്കണമേ. അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധി അമ്മ മാതാവേ, അതുപോലെ തന്നെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. അത് എത്രത്തോളം കോടിക്കണക്കിന് കടബാധ്യതയാണെങ്കിലും അതെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവേ മാറിപ്പോട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക ക്ലേശങ്ങളോ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ജപ്തി വക്കിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളോ കടബാധ്യതയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളോ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും ഈ നിമിഷം തന്നെ അവസാനിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം തന്നെ ഇറങ്ങി വരട്ടെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്തിന് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവിന് മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവേ, ആ മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിക്കണമേ. അവരുടെ എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ അനവധി ഇറങ്ങി വരട്ടെ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഉണ്ടാവട്ടെ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ വിടുവിക്കണമേ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എത്ര ശ്രമിച്ചിട്ട് ജോലി ലഭിക്കുന്നില്ല. പരിശുദ്ധി അമ്മ മാതാവേ, അമ്മയുടെ പക്കലേക്ക് ആശ്രയിച്ചുകൊണ്ട് ഈ മക്കൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുവാൻ എത്തിയിരിക്കുകയാണ്. പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി ഈ മക്കൾക്ക് ലഭിക്കണമേ. ഉയർന്ന സാലറിയോടുകൂടെ ജോലി ലഭിക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ്, അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ജോലി സാഹചര്യങ്ങളും ജോലികളും എല്ലാം തന്നെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അതിലെല്ലാം അമ്മയുടെ സുരക്ഷിതത്വത്തിൽ പരിശുദ്ധി അമ്മ ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഒരാപത്തോ ഒരപകടമോ കൂടാതെ ഈ മക്കളെ കാത്തു സംരക്ഷിക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ്, ഈ മക്കൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സാലറി ഈ മക്കൾക്ക് ലഭിക്കണമേ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. എല്ലാ ക്ലേശങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവേ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളെ പരിശുദ്ധി അമ്മ കാത്തു സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയിൽ അത്തരം മക്കൾ പങ്കുചേരുന്ന
കഴിയുന്നുണ്ടെങ്കിൽ അവരെ ഭവനത്തിനെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ഞാൻ നമ്മുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നേഴ്സുമാരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഡോക്ടർമാരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് അവരെ കാത്തു സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനും അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും മാറിപ്പോകാനും ആ മക്കൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഭാവി ആ മക്കൾക്ക് ലഭിക്കുവാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതം ഇറങ്ങി വരണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് അധ്യാപകരെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് അവരെയും പരിശുദ്ധ അമ്മ കാത്തു സംരക്ഷിക്കണമേ. എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്ന ഓർത്തിനോട് നന്ദി പറയുവാണ്. എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഓർത്തിനോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ മാതാവ് അവർ ശ്രമിക്കുന്ന ഗവൺമെന്റ് ജോലി അവർക്ക് ലഭിക്കണമേ. ഉയർന്ന സാലറിയോട് കൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ. അവരുടെ ക്ലേശങ്ങളെല്ലാം മാറിപ്പോട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഇറങ്ങി വരണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ആ രോഗ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകണമേ. രോഗസൗഖ്യം നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ ഒരു തരത്തിലുള്ള രോഗവും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ പരിശുദ്ധമായി മക്കളെ കാത്തു സംരക്ഷിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നവർ നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുമ്പോൾ അവരെല്ലാ തരത്തിലുള്ള വിഷമതകളിൽ നിന്ന് വിട്ടുമാറിപ്പോവും, എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോവും എന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. മക്കളെ നിങ്ങൾ പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. ജീവിതം നിങ്ങൾ പരിശുദ്ധി അമ്മയിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. മക്കളെ പരിശുദ്ധി അമ്മ നിങ്ങൾ സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരിശുദ്ധി അമ്മ മാതാവിന് അത്ഭുതങ്ങൾ നടത്തുവാനായിട്ടാണ്. നിങ്ങൾ നിരസിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ ഇങ്ങനെയാണ് വെളിപ്പെടുത്തി പറയുന്നത്, അനർത്ഥങ്ങൾ അനവധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധി വെളിപ്പെടുത്തി പറയുന്നു, നിങ്ങളുടെ ജീവിതം തകർന്ന് മുന്നോട്ട് പോകുമെന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പറയുന്നു. നിങ്ങൾ പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട എല്ലാ തകർച്ചകളും വിട്ടുമാറിപ്പോവും, എല്ലാ പൈശാചിക ബന്ധങ്ങളും വിട്ടുമാറിപ്പോവും, എല്ലാ അപകടങ്ങളും വിട്ടുമാറിപ്പോവും, എല്ലാ സാമ്പത്തിക തകർച്ചകളും മാറിപ്പോവും, എല്ലാ ക്ലേശങ്ങളും മാറിപ്പോവും. നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം, ദീർഘായുസും സാമ്പത്തിക ഉയർച്ച എല്ലാം ഉണ്ടാകുമെന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പ്രോമിസ് ചെയ്ത കാര്യമാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവേ, ജന്മന ഏതെങ്കിലും തരത്തിലുള്ള ശരീര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധി പൂർണ്ണമായിട്ടും എടുത്തു നീക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവെ, സ്വന്തമായിട്ട് വീടോ സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ സ്വന്തമായിട്ട് ഭവനം ഉണ്ടാവണമേ. സ്ഥലം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ പരിശുദ്ധി അമ്മ ഒരുക്കണമേ. വാടകയ്ക്ക് നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഈ അൾത്താരിയിൽ പരിശുദ്ധി അമ്മയോട് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മ മാതാവ് അനേക മക്കളെ കാണിച്ചു തരുന്നുണ്ട്. ലൈവിൽ പങ്കെടുക്കുന്ന പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളെ എല്ലാവരെയും പരിശുദ്ധി അമ്മ കാണിച്ചു തരുന്നു. ആ മക്കളോട് ഓരോ കാര്യങ്ങൾ പരിശുദ്ധി വെളിപ്പെടുത്തി പറയുന്നു, ഓരോ അത്ഭുതങ്ങൾ നടത്തുന്നു എന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പറയുന്നു. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എടുത്തു നീക്കണമേ. അതുപോലെ തന്നെ എന്തെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ആ മക്കൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വിലയ്ക്ക് തന്നെ ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമേ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ മക്കളെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവ് എത്ര ശ്രമിച്ചിട്ടും പരിശുദ്ധി അമ്മ മാതാവെ, ഈ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലാൽ ഈ മക്കൾക്ക് ലഭിക്കണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ്, അത്ഭുതങ്ങൾ അനവധി ഇറങ്ങി വരണമേ. വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കണമേ. അവരാഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ സമ്പത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാര്യത്താൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എൻ്റെ സ്വന്തം മക്കളെ ആരെങ്കിലും ഉപദ്രവിച്ച് ഞാൻ അവർ വേരോടെ തകർത്ത് കളയുമെന്ന് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ കോപം അവരുടെ മേലെ ഉണ്ടാവുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അതിനാൽ തന്നെ മക്കളെ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ട, അവരെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട. കാരണം പരിശുദ്ധി അമ്മ നോക്കിക്കൊള്ളുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രം മതി. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനങ്ങളെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല രീതിയിലുള്ള സ്നേഹബന്ധത്തിലൂടെ കടന്നു പോകാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. എല്ലാ തർക്കങ്ങളും വിട്ടുമാറിപ്പോട്ടെ. സമാധാനവും സാമ്പത്തികവും സന്തോഷവും ഈ മക്കളുടെ ഭവനത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ പ്രസൻസ് അത് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബത്തിൽ ആരെയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആ പൈശാചിക ബന്ധങ്ങളെല്ലാം വിട്ടുമാറിപ്പോട്ടെ. എല്ലാ ക്ലേശങ്ങളും മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കെതിരെ ആരെയും ഏതെങ്കിലും രീതിയിലുള്ള പൈശാചിക ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തകർന്ന് തരിപ്പണമായി പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കൾക്ക് ഒരു ആപത്തോ അപകടമോ കൂടാതെ പരിശുദ്ധി കാത്ത് സംരക്ഷിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് മക്കൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ് പ്രകൃതിയിൽ നിന്ന് ഒരു രീതിയിലുള്ള ഉപദ്രവമോ ജീവികളിൽ നിന്നുള്ള ഒരു രീതിയിലുള്ള ഉപദ്രവമോ ഈ മക്കളുടെ ജീവിതത്തിൽ വന്നു ചേരില്ല എന്ന് പരിശുദ്ധി വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അത് പരിശുദ്ധി നടപ്പിലാക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം പക്കലേക്ക് എത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. മക്കൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ പരിശുദ്ധി അമ്മയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കാം.
പരിശുദ്ധി അമ്മേ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യമായിട്ട് പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാവുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പരിശുദ്ധി വിടുവിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. മക്കളെ ഈ സമയത്ത് പരിശുദ്ധിയെ പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുന്ന സമയമാണ്. നിങ്ങൾ അധികഭക്തിയോടുകൂടെ നിങ്ങൾ നിൽക്കുക, അതുപോലെ തന്നെ കുമ്പിട്ട് നിൽക്കുക, അതുപോലെ തന്നെ തലകുനിച്ച് നിൽക്കുക. പരിശുദ്ധി അമ്മേ മാതാവ് ഈ മക്കളെ ഈശോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈ നിമിഷം തന്നെ എടുത്ത് നീക്കട്ടെ. ഈ മക്കളുടെ ഭവനത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മയുടെ സ്വന്തം മക്കളായി തീർന്നപ്പോൾ മക്കളെ എല്ലാ മക്കളെയും പരിശുദ്ധി അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധി അമ്മേ മാതാവ് ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ഭവനത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറിപ്പോട്ടെ. ഈ മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം പരിശുദ്ധിയോ തകർത്ത് കളയുന്നതിന് ഓർത്തിനും നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മേ മാതാവ് ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോട്ടെ. എല്ലാ അപകടമായിട്ടുള്ള ബന്ധനങ്ങളും മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മേ മാതാവ് ഐശ്വര്യം വന്ന് ചേരട്ടെ. സന്തോഷ സമാധാനം ഈ മക്കളുടെ ഭവനത്തിൽ വന്ന് ചേരട്ടെ. എല്ലാ കടബാധ്യതകളും മാറിപ്പോട്ടെ. എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും മാറിപ്പോട്ടെ. എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ. അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ ഞാൻ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെയും പരിശുദ്ധി അമ്മ മാതാവ് ഈശോടൊപ്പം ചേർത്ത് പിടിച്ച് ആശീർവദിക്കണമേ. എല്ലാ ദിവസവും പരിശുദ്ധി അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ 6 മണിക്ക് പബ്ലിഷ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും എല്ലാ ദിവസത്തെ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ ആശീർവദിക്കണം. അവരുടെ ക്ലേശങ്ങളെല്ലാം മാറിപ്പോട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ. എല്ലാ വേദനകളും മാറിപ്പോട്ടെ. ആ മക്കൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ. പരിശുദ്ധി അമ്മ ഈശോടൊപ്പം ഈ മക്കളെ ആശീർവദിച്ചതിന് ഓർത്തിനും നന്ദി പറയുവാണ്. മക്കളെ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. അതുപോലെ തന്നെ അമ്മ മാതാവിന്റെ ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. മക്കളെ നിങ്ങൾ പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്രത്തോളം മക്കളിലേക്ക് എത്തിക്കാവോ അത്രത്തോളം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുത ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു.